السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരുടെ ദുആ സ്വീകരിക്കുന്ന മാസമാണെന്നും അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി റമദാൻ മാസത്തിൽ അവരുടെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതാണ്. ദുആ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ, അതിനെപ്പറ്റിയും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് പറയാനായി പോകുന്നത്. പ്രശുദ്ധ ഹദീസുകൾ പരിശോധിക്കുകയാണെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ സ്വീകരിക്കുന്ന സമയങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകൾ കൂടുതലായി അള്ളാഹുയുടെ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ദുആ ചെയ്യാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും അള്ളാഹുവിൻ്റെ കോപം ലഭിക്കാൻ കാരണമാവുന്നതുമായ പ്രവൃത്തിയാണെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ദുആക്കളും സ്വീകരിക്കുന്നതാണ്. അടിമകൾ ചോദിക്കുന്നതും അവരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആര് ഏത് സമയത്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവന് നന്മയുള്ള കാര്യമാണെങ്കിൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ ദുആ സ്വീകരിക്കുന്നതല്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴുള്ള കാര്യം മാത്രമാണ് അറിയുന്നത്. നമ്മൾ ചോദിക്കുന്ന കാര്യം അത് നമുക്ക് ലഭിക്കുന്നത് നന്മയാണോ ദോഷമാണോ എന്ന കാര്യം ഒരിക്കൽ നമുക്കറിയുന്ന കാര്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആലിമുൽ ഗൈബാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ചോദിക്കുന്ന കാര്യം നമുക്ക് നൽകുകയാണെങ്കിൽ അത് നമുക്ക് നന്മയാണോ തിന്മയാണോ ദോഷമുള്ളതാണോ എന്ന് അള്ളാഹുവിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യം ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നൽകുന്നതല്ല, ചിലപ്പോൾ നൽകുക തന്നെയില്ല. കാരണം ആ കാര്യം നമുക്ക് നൽകുകയാണെങ്കിൽ അത് നമുക്ക് പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ദുആക്കൾ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ചിലപ്പോൾ സ്വീകരിക്കുന്നതല്ല. പക്ഷേ ദുആ സ്വീകരിക്കാത്തത് കാരണമായി ഒരിക്കലും ഒരു അടിമയുടെ ദുആ പാഴായി പോകുന്നതല്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, ഒന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമ ചെയ്യുന്ന ദുആ അതുപോലെ സ്വീകരിക്കും. ഇനി എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ ആ ദുആ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ആ അടിമക്ക് വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലാഹു തആല ആ ദുആ കാരണമായി മാറ്റിക്കൊടുക്കുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ പല വിപത്തുകളും പല പ്രശ്നങ്ങളും നമുക്ക് വരാനായിട്ടുണ്ടാകും. ഈ ദുആ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നങ്ങളെ മാറ്റിക്കളയുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ ഒരു അടിമ ചെയ്യുന്ന ദുആ ആ ദുആ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പരലോകത്ത് അതിന് പകരമായി ഉന്നതമായ പ്രതിഫലങ്ങൾ അല്ലാഹു അവന് നൽകുന്നതാണ്. ഒരു അടിമ പരലോകത്തെത്തുകയും അള്ളാഹു അവന് സ്വീകരിക്കപ്പെടാത്ത ദുആയുടെ പേരിൽ നൽകിയ പ്രതിഫലം കാണുകയും ചെയ്യുമ്പോൾ എൻ്റെ ഒരു ദുആയും അള്ളാഹു ദുനിയാവിൽ വെച്ച് സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ വിചാരിച്ചു പോകും. അത്രയും വലിയ പ്രതിഫലമാണ് സ്വീകരിക്കപ്പെടാത്ത ദുആക്കൾക്ക് അള്ളാഹു നൽകുക. അതുകൊണ്ട് പൊതുവായി അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ദുആക്കളും സ്വീകരിക്കുന്നതാണ്. ഇനി സ്വീകരിച്ചിട്ടില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു അവന് നൽകുന്നതാണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയം ദുആ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാഴായ പ്രവൃത്തിയല്ല. അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ ഒരു അടിമ ചെയ്യുന്ന ദുആ എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. എന്നാൽ ചില സമയങ്ങൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമുക്ക് അറിയിച്ചു തന്നു. മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് ആ സമയങ്ങളിൽ ദുആ ചെയ്യുമ്പോൾ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള 10ഓളം സമയങ്ങൾ പരിശുദ്ധ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേത് രാത്രി സമയമാണ്.
തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് ദുആക്കൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എല്ലാ ദിവസവും രാത്രിയുടെ അവസാന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലോട്ട് ഇറങ്ങി വരുന്നതും ചോദിക്കുകയും ചെയ്യുന്നതാണ്, ആരൊക്കെ എന്നോട് ദുആ ചെയ്യുന്നുണ്ട് അവർ ദുആ ചെയ്തു കൊള്ളുക, ഞാൻ അവർക്ക് മറുപടി നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ എന്തെല്ലാമുണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞുകൊള്ളുക, ഞാൻ നിങ്ങൾക്കതിൻ്റെ മറുപടി നൽകാമെന്ന് പറയുന്ന സമയമാണ് രാത്രി തഹജ്ജുദിൻ്റെ സമയമെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ദുആക്ക് മറുപടി ലഭിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ രാത്രിയുടെ അവസാനത്തിൽ അള്ളാഹുയുടെ ദുആ ചെയ്യുകയാണെങ്കിൽ അവരുടെ ദുആക്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. റമദാൻ മാസത്തിൽ ആ സമയത്ത് അധിക ആളുകളും അത്താഴം കഴിക്കാനായി എണീക്കാറുണ്ട്. ആ അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്നത് അല്പം നേരത്തെ ആക്കുകയാണെങ്കിൽ ആ സമയത്ത് നമസ്കരിക്കാനും നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാനും സാധിക്കുന്നതാണ്. അങ്ങനെ ഈ റമദാൻ മാസത്തിൽ തഹജ്ജുദിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ ആവശ്യങ്ങളുടെയും പ്രയാസങ്ങളുടെയും പരിഹാരം നേടിയെടുക്കാൻ ഏറ്റവും നല്ല അവസരമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന സമയമാണ് 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയമെന്നുള്ളത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ദുആ എപ്പോഴാണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, രാത്രിയിലുള്ള ദുആ, അഥവാ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ രാത്രി സമയത്തുള്ള ദുആ. രണ്ടാമതായി പറഞ്ഞു 5 വക്ത് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ദുആ. ഈ 2 സമയത്തുള്ള ദുആക്കൾ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അല്പസമയം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാനായി മാറ്റിവെക്കണം. ധാരാളം ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. ആ ആവശ്യങ്ങൾ പറയാനും നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുവോട് പറഞ്ഞ് പരിഹാരം നേടാനും 5 വക്ത് നമസ്കാരത്തിന് ശേഷമുള്ള സമയം നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അല്പസമയം ഇരുന്ന് സ്വന്തമായി ആവശ്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ പറയുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. മൂന്നാമതായി ദുആ പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്ന സമയമാണ് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ അള്ളാഹു തള്ളിക്കളയുന്നതല്ല. ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെയും ഇടയിൽ നാം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സ്വീകരിക്കുന്നതാണ്. നാലാമതായി ദുആ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ചയിലുള്ള ദുആ എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരു സമയമുണ്ട്. ആ സമയത്തൊരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവോട് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല ആ കാര്യം അവന് നൽകുന്നതാണ്. തീർച്ചയായും ആ ദുആ സ്വീകരിക്കപ്പെടുന്നതാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയുണ്ടായി. വെള്ളിയാഴ്ച ആ സമയം ഏതാണെന്ന വിഷയത്തിൽ പ്രധാനമായി 2 അഭിപ്രായമാണുള്ളത്. ഒന്ന്, ഇമാം 2 ഖുതുബക്കിടയിൽ ഇരിക്കുന്ന സമയമാണ് തീർച്ചയായും ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം. 2, മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയത്തുള്ള ദുആയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 2 സമയങ്ങൾ പ്രധാനമായ അഭിപ്രായമാണെങ്കിലും വെള്ളിയാഴ്ച ഏത് സമയമാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ദിവസം ധാരാളമായി അള്ളാഹുവോട് ദുആ ചെയ്യുന്ന ശീലം അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ 2 സമയങ്ങളിൽ അധികമായി ദുആ ചെയ്യുകയാണെങ്കിൽ ദുആ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഞ്ചാമതായി ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമായി ഹദീസിൽ വരുന്നത് മഴ പെയ്യുന്ന സന്ദർഭമാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, 2 സമയങ്ങളിൽ ദുആ തള്ളപ്പെടുന്നതല്ല. അതിൽ 1 ബാങ്ക് വിളിക്കുന്ന സമയമാണ്, 2 മഴ പെയ്യുന്ന സമയവുമാണ്. അതുകൊണ്ട് മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് സ്വീകാര്യത കൂടുതലാണ്. ആറാമതായി യാത്രക്കാരൻ്റെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഏഴാമതായി ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആയും അള്ളാഹു തആല സ്വീകരിക്കുന്നതാണ്. ഈ 2 കൂട്ടം ആളുകളുടെ ദുആയും സ്വീകരിക്കപ്പെടുന്നതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, 3 പേരുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല.
അതിൽ ഒന്ന് ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആയാണ്, 2 യാത്രക്കാരൻ്റെ ദുആയാണ്, 3 ഒരു പിതാവ് മകന് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഈ 3 ദുആക്കളും സ്വീകരിക്കപ്പെടുമെന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരുകയുണ്ടായി. അതിൽ 1 ആക്രമിക്കപ്പെട്ടവനാണ്, 2 യാത്രക്കാരനാണ്. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവരുടെ ദുആ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നമ്മൾ ആരെയെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ആ ആക്രമിക്കപ്പെട്ടവൻ നമുക്കെതിരെ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് സ്വീകാര്യത കൂടുതലാണ്. അതുകൊണ്ട് ആരെയും ആക്രമിക്കാൻ പാടില്ല. ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അതുപോലെ യാത്രക്കാരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അധികമായി അള്ളാഹുടെ ദുആ ചെയ്യാനായി പരിശ്രമിക്കണം. 8ാമതായി അള്ളാഹു പെട്ടെന്ന് ദുആ സ്വീകരിക്കുന്ന ഒരു സമയമാണ് നോമ്പുകാലം നോമ്പ് തുറക്കുമ്പോഴുള്ള സമയമെന്നുള്ളത്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു നോമ്പുകാലം നോമ്പ് തുറക്കുന്ന സമയമെന്നുള്ളത് ആ സമയത്ത് അവൻ ചെയ്യുന്ന ദുആ അള്ളാഹു തള്ളിക്കളയുന്നതല്ല. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവോട് ചോദിക്കുകയാണെങ്കിൽ ആ ദുആക്കൾക്ക് സ്വീകാര്യത കൂടുതലാണ്. ഇത് റമദാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളമായി ദുആ ചെയ്യാനായി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ അവസരത്തെ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല. റമദാൻ മാസത്തിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നോമ്പ് തുറക്കുന്ന സമയമെന്നുള്ളത്. ആ സമയത്ത് നോമ്പ് തുറയുടെ തിരക്കിൽ ദുആ മറന്നുപോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നേരെ മറിച്ച് ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് ചോദിച്ച് വാങ്ങാനും പ്രശ്നങ്ങൾ അള്ളാഹുവോട് ചോദിച്ച് പരിഹരിക്കാനുമുള്ള അവസരമായി കണ്ട് ഈ റമദാൻ മാസത്തിൽ ആ സമയത്ത് ധാരാളമായി ദുആ ചെയ്യാനായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. 9ാമതായുള്ള സമയമാണ് പോരാട്ടത്തിൻ്റെ സമയമെന്നുള്ളത്. യോദ്ധാക്കൾ പോരാടുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്ന സമയത്ത് അവരുടെ ദുആക്കൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, പോരാടുന്ന സമയത്തുള്ള ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുന്നതല്ല. അതുകൊണ്ട് പോരാട്ട സമയങ്ങളിൽ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. 10ാമതായി ദുആ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഏതെങ്കിലും ഒരു കർമ്മം ഇഖ്ലാസോടുകൂടി ചെയ്യുകയും ആ കർമ്മം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന സമയം. ആ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു ആ ദുആ തള്ളിക്കളയുന്നതല്ല. 3 ഗുഹാവാസികളുടെ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം. അവർ ഗുഹയിൽ അകപ്പെട്ടു പോവുകയും ആ 3 പേരും അവർ ചെയ്ത അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്തതുകൊണ്ട് അവർ ആ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്ത സൽക്കർമ്മം, ആ കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുമെന്ന കാര്യം ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 10 സമയങ്ങളെന്നുള്ളത് ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 10 സമയങ്ങളാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ അധികമായി ദുആ ചെയ്യാനായി ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൻ്റെ രാത്രികൾ, റമദാൻ മാസത്തിൽ 5 വക്ത് നമസ്കാരത്തിന് ശേഷമുള്ള ദുആക്കൾ, റമദാൻ മാസത്തിൽ നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ, ഈ ദുആക്കളെല്ലാം നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. ഈ സമയങ്ങളെല്ലാം ദുആ ചെയ്യുകയാണെങ്കിൽ കൂടുതലായി ദുആക്കൾ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ദുആ ചെയ്യുമ്പോഴുള്ള മര്യാദകൾ, ദുആ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥകൾ, ഇതിനെപ്പറ്റിയെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം, വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.